കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിൽ പ്രതികരണവുമായി NK പ്രേമചന്ദ്രൻ MP. ഒരുപക്ഷെ ഹർജി തള്ളിയത് പോലീസ് അന്വേഷണം നടക്കുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടാൽ CBI അന്വേഷണത്തിന് ഇനിയും സാധ്യതയുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിലും ആദ്യഘട്ടത്തിൽ CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നില്ല. അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് ഇനിയും അവകാശമുണ്ട്. അതുകൊണ്ട് ഹർജി തള്ളി ഇപ്പോഴത്തെ വിധി ഒരിക്കലും നെഗറ്റീവല്ല. പോലീസ് അന്വേഷണം തൃപ്തികരമാണോ എന്ന് കോടതി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും ആദ്യഘട്ടത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ കേസിൽ പിന്നീട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട സന്ദർഭമുണ്ടെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ഹൈക്കോടതി തള്ളാനിടയായിട്ടുള്ള സാഹചര്യം പോലീസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാകാം. ആ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ടാൽ സ്വാഭാവികമായും CBI അന്വേഷണത്തിൽ നിയോഗിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട്. നമുക്കറിയാം, പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ കാര്യത്തിലും ആദ്യഘട്ടത്തിൽ CBI അന്വേഷണം അനുവദിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട കോടതി. അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇനിയും കോടതിക്ക് അവകാശമുണ്ട്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ആ അന്വേഷണത്തിന്റെ പുരോഗതി മനസ്സിലാക്കിയതിനു ശേഷം പിന്നീടാകാം CBIക്ക് വിടുന്നത്. അതുകൊണ്ട് അത് ഈ കേസിൽ ഒരിക്കലും നെഗറ്റീവായി വരുന്നില്ല. പോലീസ് അന്വേഷണം തൃപ്തികരമാണോ എന്നുള്ളത് തീർച്ചയായും കോടതി പരിശോധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലും പല കേസുകളിലും CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ കേസുകൾ പോലും പിന്നീട് CBI അന്വേഷണത്തിന് വിട്ടിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതും അതിൽ നിന്ന് വ്യത്യസ്തമാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്: വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.